കുറ്റകൃത്യ സിദ്ധാന്തങ്ങൾ ചില കേസുകളിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിമിനൽ ആന്ത്രപ്പോളജി സിദ്ധാന്തം സിസർ ലോംബ്രോസോയുടെ ക്രിമിനോളജി തിയറിയാണ്. കുറ്റവാളികൾ ജന്മനാ തന്നെ അങ്ങനെ ആയിത്തീരുന്നവരാണ്, ബോൺ ക്രിമിനൽസ്. അവരുടെ ശാരീരിക പ്രത്യേകതകൾ നോക്കി അവരെ തിരിച്ചറിയാൻ സാധിക്കുമെന്നും ഈ സിദ്ധാന്തം വാദിക്കുന്നു. പക്ഷേ നിഴലുകൾക്ക് ചോരയുടെ മണമുള്ള ആ നഗരരാത്രിയിൽ സിനിമാ തിരക്കഥകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ നടന്ന ഹീനമായ ഒരു കൊലപാതകം സമൂഹത്തിന്റെ പരമ്പരാഗത കുറ്റകൃത്യ സങ്കല്പങ്ങളെ തകിടം മറിക്കുന്നതായിരുന്നു. കൊലപാതകം വെറുമൊരു ക്രിമിനൽ കുറ്റമല്ല, അത് വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള അധികാരത്തിന്റെ ആത്യന്തികമായ പ്രകടനമാണ്. തിരക്കേറിയ ഇന്നർ റിംഗ് റോഡ് ശാന്തമായി ഉറങ്ങുമ്പോൾ തൊട്ടടുത്തൊരു ഇരുണ്ട കോണിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ആ ക്രൂരകൃത്യം അരങ്ങേറുകയായിരുന്നു. നിയമപുസ്തകങ്ങൾക്കും മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കും ഇന്നും പൂർണ്ണമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ചോരയുറഞ്ഞുപോയ ആ കറുത്ത രാത്രിയുടെ മണിക്കൂറുകളിലേക്ക് ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. ഇന്നർ റിംഗ് റോഡ് ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടിയിരുന്ന നഗരത്തിന് ആശ്വാസമായ ഒരു പാത. നഗരക്കുരുക്കിൽ പെടാതെ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചിരുന്നത് ഈ ഇന്നർ റിംഗ് റോഡായിരുന്നു. പക്ഷേ രാത്രിയിൽ വിജനമായ പാതയിൽ ആ രാത്രിയിൽ പതിയിരുന്നത് രക്തമുറയുന്ന ഒരു സംഭവമായിരുന്നു. ഡിസംബർ 3 ബുധനാഴ്ച രാത്രി 9:30 കാർ ഓടിച്ചു പോകുമ്പോഴാണ് സുജേഷ് എന്ന ആർമി ഉദ്യോഗസ്ഥൻ അത് ശ്രദ്ധിച്ചത്. റോഡരികിൽ നിന്ന് ഒരു യുവതി സഹായത്തിനായി നിലവിളിക്കുന്നു. രാത്രിയായതിനാൽ തന്നെ ഇന്നർ റിംഗ് റോഡിൽ തിരക്കൽപ്പം കുറവായിരുന്നു. HAL എയർപോർട്ടിന്റെ ടേക്ക് ഓഫ് വ്യൂ പോയിന്റിന് സമീപത്താണ് ആ യുവതി നിന്നിരുന്നത്. റോഡിന്റെ ഇരുവശവും നിബിഡ വനമായിരുന്നു. സുജേഷ് കാറ് നിർത്തി എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാമെന്ന് തന്നെ കരുതി. അടുത്തെത്തിയപ്പോഴാണ് യുവതിയുടെ സമീപത്തായി മറിഞ്ഞുകിടന്നിരുന്നൊരു ബൈക്കും അതിനടുത്തായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു യുവാവിനെയും സുജേഷ് കണ്ടത്. യുവതി നിലവിളിച്ചുകൊണ്ട് എന്തോ പറയുന്നുണ്ട്. കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ആ കിടക്കുന്ന യുവാവിനെ ഒരു അക്രമി അടിച്ചു വീഴ്ത്തിയെന്നും മർദ്ദിച്ചെന്നും ആ യുവതി സുജേഷിനോട് പറഞ്ഞു. ഒരു ആർമി മാനാണ്. സുജേഷ് യുവാവിനെ എടുത്ത് കാറിന്റെ പിൻസീറ്റിലേക്ക് കിടത്തി. യുവതിയും അതേ കാറിൽ കയറി. അവർ HAL എയർപോർട്ടിന് സമീപത്തെ കോടിഹള്ളിയിലുള്ള മണിപ്പാൽ ആശുപത്രി ലക്ഷ്യമാക്കി. യുവതിയെ കണ്ട ഇന്നർ റിംഗ് റോഡ് പരിസരത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് കോടിഹള്ളിയിലെ മണിപ്പാൽ ആശുപത്രി. സമയം രാത്രി 9:45. മണിപ്പാൽ ആശുപത്രി, കോടിഹള്ളി. അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാർ അതിവേഗം യുവാവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങി. തലയ്ക്കു പിന്നിൽ മാരകമായ അടിയേറ്റിട്ടുണ്ട്. ധാരാളം രക്തം വാർന്നുപോയ നിലയിലാണ്. അടിയന്തര വെന്റിലേറ്റർ സൗകര്യമൊരുക്കി. ഡോക്ടർമാർ യുവതിയോട് വിവരങ്ങൾ തിരക്കി. തന്റെ പേര് ശുഭ എന്നാണെന്നും തന്റെ പ്രതിശ്രുതവരനായ ഗിരീഷിനെയാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നതെന്നുമാണ് യുവതി ഡോക്ടർമാരോട് പറഞ്ഞത്. ഇന്നർ റിംഗ് റോഡിൽ വെച്ച തങ്ങളെ ഒരാൾ ക്രൂരമായി ആക്രമിച്ചുവെന്നും അയാൾ ഗിരീഷിന്റെ തലയ്ക്കു പിന്നിൽ ഇരുമ്പ് വടികൊണ്ട് അടിച്ചുവെന്നും ശുഭ പറഞ്ഞു. കോറമംഗല, ദൊമ്മല്ലൂർ, ഇന്നർ റിംഗ് റോഡ്, HAL എയർപോർട്ട്, ബംഗളൂരു. ബംഗളൂരുവിലെ കോറമംഗലയെയും ദൊമ്മല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാത. 2008 ദേവനഹള്ളിയിലെ പുതിയ വിമാനത്താവളം ആരംഭിച്ചതോടെയാണ് ഈ റോഡിലെ തിരക്ക് അല്പമെങ്കിലും കുറഞ്ഞത്. സമയം രാത്രി 10:15. ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ശുഭ വിവേക് നഗര പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആക്രമണത്തിന് ശേഷം അക്രമി അതുവഴി വന്ന മറ്റൊരു ബൈക്കിൽ കയറി രക്ഷപ്പെട്ടുവെന്ന് ശുഭ പോലീസിന് മൊഴി നൽകി. ഇന്നർ റിംഗ് റോഡ് പ്രദേശം
അക്കാലത്ത് കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലമായിരുന്നു. മൊഴിയെടുത്ത ശേഷം വൈകാതെ പോലീസ് ആശുപത്രിയിലെത്തി കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചറിയുകയും ശുഭയുടെ പരാതിയിൽ കേസെടുത്ത FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 2003 ഡിസംബർ 4 വ്യാഴാഴ്ച, സമയം രാവിലെ 8:05. ആ ജീവൻ നിലനിർത്താനുള്ള ഡോക്ടർമാരുടെ ശ്രമമെല്ലാം വിഫലമായി. ഗിരീഷ് എന്ന ആ യുവാവ് മരണത്തിനു കീഴടങ്ങി. ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ശുഭയെക്കുറിച്ച് തന്നെയായിരുന്നു ചർച്ച. വിവാഹമുറപ്പിച്ച ചെറുപ്പക്കാർ, സ്വന്തം കൺമുന്നിൽ വെച്ച് താൻ വിവാഹം ചെയ്യാൻ പോകുന്ന യുവാവിന്റെ ദാരുണമായ അന്ത്യം കാണേണ്ടി വന്ന ശുഭ. പോലീസ് അതോടെ കൂടുതൽ അലേർട്ടായി. വി ഗിരീഷ്, വയസ്സ് 27, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇന്റൽ, ബംഗളൂരു, കർണാടക. ലോകപ്രശസ്ത പ്രോസസർ നിർമ്മാണ കമ്പനിയായ ഇന്റൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ഗിരീഷ്. അക്കാലത്ത് ബംഗളൂരുവിലെ IT മേഖലയിലെ മികച്ച ശമ്പളവും സുരക്ഷിതത്വവുമുള്ള ഉയർന്ന തസ്തികയിലായിരുന്നു ഗിരീഷ് ജോലി ചെയ്തിരുന്നത്. വിവാഹാലോചനകളിൽ നിന്ന് തെരഞ്ഞെടുത്ത വധുവായിരുന്നു ശുഭ. ബംഗളൂരുവിലെ BMS ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിനിയായ ശുഭ നാരായണൻ. 2003 നവംബർ 30 ഞായറാഴ്ച, ശുഭയുടെ ബാംഗ്ലൂരിലെ വീട്ടിലായിരുന്നു ഗിരീഷിന്റെയും ശുഭയുടെയും വിവാഹ നിശ്ചയം നടന്നത്. അതായത് ഗിരീഷ് കൊല്ലപ്പെടുന്നതിന് വെറും 4 ദിവസം മുമ്പ്. 5 മാസത്തിനു ശേഷം 2004 ഏപ്രിൽ 11 വിവാഹം നടത്താനായിരുന്നു ഇരു കുടുംബങ്ങളും തീരുമാനിച്ചിരുന്നത്. വിവാഹ നിശ്ചയത്തിനു പിന്നാലെ ശുഭയും ഗിരീഷും എല്ലാ ദിവസവും പരസ്പരം കണ്ടിരുന്നു. ജോലി കഴിഞ്ഞെത്തിയിരുന്ന ഗിരീഷും കോളേജ് പഠനം കഴിഞ്ഞെത്തിയിരുന്ന ശുഭയും ബംഗളൂർ നഗരത്തിൽ അവരുടെ പ്രണയകാലം ആഘോഷമാക്കി. 2003 ഡിസംബർ 3 ബുധനാഴ്ച, സമയം രാത്രി 8 മണി. അന്ന് രാത്രിയും അവർ പതിവ് പോലെ ബൈക്കിൽ ബംഗളൂരു നഗരത്തിലെ വിവിധയിടങ്ങളിലൂടെ സഞ്ചരിച്ചു. തുടർന്ന് HAL എയർപോർട്ട് റോഡിലുള്ള കാൾട്ടൺ ടവേഴ്സിലെ ഹോട്ടലിൽ നിന്ന് അത്താഴം കഴിച്ചു. അത്താഴം കഴിക്കുന്നതിനിടെയാണ് ശുഭ തന്റെ ഒരു ആഗ്രഹം ഗിരീഷിനോട് പറഞ്ഞത്. വിമാനത്താവളത്തിന്റെ റൺവേ കാണാൻ കഴിയുന്ന ഇടത്തേക്ക് ഒന്ന് പോകണം, വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണണം. ശുഭയുടെ ആവശ്യം ഇതായിരുന്നു. ഇന്നർ റിംഗ് റോഡിലെ എയർ വ്യൂ പോയിന്റിലേക്ക് ഹോട്ടലിൽ നിന്ന് കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമയം രാത്രി 9:30. എയർ വ്യൂ പോയിന്റിലെത്തിയ ശുഭയും ഗിരീഷും വിമാനങ്ങളുടെ ടേക്ക് ഓഫ് അടക്കമുള്ള കാര്യങ്ങൾ അടുത്തുനിന്ന് തന്നെ കണ്ടു. അപ്പോഴാണ് അപ്രതീക്ഷിതമായ ആക്രമണം അവിടെ അരങ്ങേറിയത്. ശുഭയും ഗിരീഷും നിന്നിടത്തേക്ക് വന്ന അജ്ഞാതനായ വ്യക്തി ഗിരീഷിനെ ആക്രമിച്ചു. ഗിരീഷ് റൺവേയിലേക്ക് തിരിഞ്ഞു നിന്ന സമയത്തായിരുന്നു ആക്രമണം. പിൻതലയിൽ അടിയേറ്റ ഗിരീഷ് അപ്പോൾ തന്നെ താഴെ വീണു. ഇരുമ്പ് വടികൊണ്ടുള്ള ആക്രമണമായതിനാൽ ഗിരീഷിന്റെ തലയിൽ നിന്ന് രക്തം വാർന്നു തുടങ്ങിയിരുന്നു. ഇത് കണ്ടു ഭയന്ന ശുഭ ഉറക്കെ നിലവിളിച്ചു. ഇതേ സമയം അക്രമി അതുവഴി വന്നൊരു ബൈക്കിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വിവേക് നഗര പോലീസ് ഇൻസ്പെക്ടർ KA നഞ്ചയ്യയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. നിശ്ചയം കഴിഞ്ഞ് വെറും 3 ദിവസത്തിനു ശേഷം നടന്ന ഒരു കൊലപാതകം വാർത്ത ബാംഗ്ലൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിലെന്ന് ഞെട്ടിച്ചു. പോലീസിനു മുന്നിൽ ആകെയുള്ള തെളിവും സാക്ഷിയുമൊക്കെ ശുഭ മാത്രമാണ്. പക്ഷേ ആ സംഭവത്തിന്റെ ഷോക്ക് കൊണ്ടാകാം ശുഭയുടെ മൊഴികളിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ചില വൈരുദ്ധ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനെ ആശ്രയിച്ചു മാത്രം അന്വേഷണം മുന്നോട്ടു പോകില്ല. പോലീസ് ആശയക്കുഴപ്പത്തിലായി. അന്വേഷണം ഗിരീഷിന്റെ പശ്ചാത്തലം കേന്ദ്രീകരിച്ചാകുന്നത് അങ്ങനെയാണ്. ശാന്ത സ്വഭാവമുള്ള ഗിരീഷിന് ശത്രുക്കൾ തീരെയില്ല എന്നു തന്നെ പോലീസിന് വ്യക്തമായി. കവർച്ചാ ശ്രമമാണോ? ആ സാധ്യതയും പോലീസ് പരിശോധിച്ചു. ആക്രമണം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഗിരീഷിന്റെയോ ശുഭയുടെയോ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളോ പണമോ സ്വർണ്ണാഭരണങ്ങളോ അക്രമി തൊട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മോഷണ ശ്രമമാണെങ്കിൽ കൊള്ളക്കാർ ആഭരണങ്ങളോ പണമോ കവരാൻ ശ്രമിക്കുമായിരുന്നു.
മാത്രമല്ല ശുഭയ്ക്ക് നേരെയും ആക്രമണം നടക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അക്രമിയുടെ ലക്ഷ്യം ഗിരീഷിനെ അപായപ്പെടുത്തുക എന്നതു മാത്രമായിരുന്നു. പോലീസിന് അക്കാര്യം ഉറപ്പിക്കാനായി. ശുഭയെ വെറുതെ വിട്ടതെന്ത്? പോലീസ് ഒരിക്കൽ കൂടി ശുഭയുടെ മൊഴിയെടുത്തു. ഇനി ശുഭയുടെ ഫോൺ രേഖകൾ കൂടി പരിശോധിക്കണം. അക്കാലത്ത് മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിക്കുന്ന രീതി പോലീസിന് അത്ര പരിചിതമായിരുന്നില്ല. പോലീസ് മൊബൈൽ ഫോണിന്റെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് ശേഖരിച്ചു. ബാംഗ്ലൂർ പോലീസിന്റെ ചരിത്രത്തിൽ CDR വിവരങ്ങൾ ശേഖരിക്കുന്ന ആദ്യത്തെ കേസ് കൂടിയായിരുന്നു ഇത്. CDR വിവരങ്ങൾ ശേഖരിച്ചു പരിശോധിച്ച പോലീസ് ഒരു പ്രത്യേക കാര്യം കണ്ടെത്തി. കൊലപാതകം നടന്ന ദിവസം, അതായത് ഡിസംബർ 3 മാത്രം ശുഭ ഒരു നമ്പറിലേക്ക് 73 തവണ വിളിച്ചിട്ടുണ്ട്. ഫോൺ കോളുകൾക്ക് പുറമെ നിരവധി SMS-കളും ഇതേ നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട്. സംഭവ സമയത്തും, അതായത് രാത്രി 8-നും 9:30-നും ഇടയ്ക്ക് ഈ നമ്പറിലേക്ക് ശുഭ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇതേ സമയം ശുഭയുടെയും ഗിരീഷിന്റെയും വിവാഹ നിശ്ചയ വീഡിയോ സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു പോലീസിന്റെ മറ്റൊരു ടീം. 2003 നവംബർ 30-നായിരുന്നു വിവാഹ നിശ്ചയം. ആ വീഡിയോ കണ്ട പോലീസ് സംഘം പക്ഷേ ഞെട്ടിപ്പോയി. വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോയിൽ ചടങ്ങിലുടനീളം ശുഭയുടെ മുഖം അസംതൃപ്തമായിരുന്നു. നിശ്ചയ ചടങ്ങിൽ വധുവിനുണ്ടാകേണ്ട സന്തോഷം ആ മുഖത്തുണ്ടായിരുന്നില്ല. പോലീസ് ശാസ്ത്രീയമായി ആ ദൃശ്യങ്ങളെ വിലയിരുത്തി. അതോടെ ശുഭയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കാൻ പോലീസ് തീരുമാനിച്ചു. വിമാനങ്ങൾ കാണാൻ ആ പോയിന്റിലേക്ക് പോകണമെന്നത് ശുഭയുടെ മാത്രം താല്പര്യമായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിച്ചു. ഈ നഗരത്തിൽ ജീവിക്കുകയും മുൻപ് വിദേശയാത്രകൾ നടത്തുകയും ചെയ്തിട്ടുള്ള ശുഭയ്ക്ക് വിമാനങ്ങൾ കാണാൻ അത്ര വലിയ ആഗ്രഹമുണ്ടാകാൻ വഴിയില്ലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. അപ്പോൾ ആ യാത്ര ഗിരീഷിനെ ആ സമയത്ത് വിജനമായ ആ സ്ഥലത്ത് എത്തിക്കാനുള്ള കെണിയായിരുന്നു എന്ന് അനുമാനിക്കണം. CDR വിവരങ്ങളിൽ ശുഭ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആ നമ്പർ, അത് അരുൺ വർമ്മ എന്ന യുവാവിൻ്റെതായിരുന്നു. ശുഭ പഠിക്കുന്ന BMS ലോ കോളേജിൽ ശുഭയുടെ ജൂനിയർ ആയിരുന്നു അരുൺ വർമ്മ. 2004 ജനുവരി 19 തിങ്കളാഴ്ച കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ അരുൺ കുറ്റം നിഷേധിച്ചു. സംഭവം നടക്കുന്ന ദിവസം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അരുൺ പോലീസിനോട് പറഞ്ഞത്. കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം പോലീസ് അരുണിനെ വിട്ടയച്ചു. എന്നാൽ ഇത് പോലീസിന്റെ ഒരു തന്ത്രമായിരുന്നു. അരുണിനെ പോലീസ് വിട്ടയച്ചെങ്കിലും ഇയാളുടെ ഫോൺ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ഉടൻ തന്നെ അരുൺ പരിഭ്രാന്തനായി ശുഭയെ ഫോണിൽ വിളിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലായിരുന്നു സംസാര വിഷയം. അപ്പോൾ ഇരുവർക്കും ഇതിൽ പങ്കുണ്ട്, ഉറപ്പ്. 2004 ജനുവരി 11 ബുധനാഴ്ച ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം പോലീസ് അരുൺ വർമ്മയെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു. ശാസ്ത്രീയ തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ മിനിറ്റുകൾക്കകം അരുൺ കുറ്റം സമ്മതിച്ചു. അരുൺ കുറ്റസമ്മതം നടത്തിയതിന് തൊട്ടു പിന്നാലെ വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ മുഖ്യപ്രതിയായ ശുഭ ശങ്കരനാരായണനെയും കൊട്ടേഷൻ ഗുണ്ടയായ വെങ്കടേഷ്, സഹായിയായ ദിനകരൻ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തങ്ങൾ പിടിക്കപ്പെടില്ല എന്ന ഉറപ്പിൽ ബംഗളൂരു നഗരത്തിൽ സ്വതന്ത്രമായി നടക്കുകയായിരുന്ന പ്രതികളെയാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെ പോലീസ് വലയിലാക്കിയത്. ശുഭ ശങ്കരനാരായണൻ, വയസ്സ് 21, നിയമവിദ്യാർത്ഥിനി. അരുൺ വർമ്മ, വയസ്സ് 19, നിയമവിദ്യാർത്ഥി. വെങ്കടേഷ്, വയസ്സ് 22, കൊട്ടേഷൻ ഗുണ്ട. ദിനകരൻ, ഗുണ്ട സഹായി. കാരണങ്ങൾ എന്തു നിരത്തിയാലും സ്വാർത്ഥതയുടെ നിഴലുകളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. മരണം മണക്കുന്ന ആ രാത്രിയിൽ ആസൂത്രണം ചെയ്ത തിരക്കഥയ്ക്കനുസരിച്ച് ഒരു യുവാവിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇന്നർ റിംഗ് റോഡിലെ ഇരുളിൽ ഒടുങ്ങിയത്. 2003 ഒക്ടോബർ BMS ലോ കോളേജിൽ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു ശുഭ ശങ്കരനാരായണൻ. കോളേജിൽ ആ വർഷം 1ാം സെമസ്റ്ററിന് ചേർന്ന അരുൺ വർമ്മയുമായി അധികം വൈകാതെ ശുഭ തീവ്രമായ പ്രണയത്തിലായി.
ഈ പ്രണയത്തെക്കുറിച്ച് ശുഭയുടെ വീട്ടുകാർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇന്റൽ കമ്പനിയിലെ ഉയർന്ന ശമ്പളമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ BV ഗിരീഷുമായി ശുഭയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചത്. ഗിരീഷുമായി ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാൻ ശുഭ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. അരുണിനൊപ്പം ജീവിക്കാനായിരുന്നു ശുഭയുടെ താല്പര്യം. ഇതോടെയാണ് ഗിരീഷിനെ എന്നേക്കുമായി തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ശുഭ തീരുമാനിച്ചത്. 2003 ഡിസംബർ 1 വ്യാഴാഴ്ച വിവാഹ നിശ്ചയത്തിനു പിന്നാലെ തന്നെ ശുഭയും അരുൺ വർമ്മയും ചേർന്ന് ഗിരീഷിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. അരുൺ വർമ്മ തന്റെ കസിനായ ദിനകരന്റെ സഹായത്തോടെ വെങ്കടേഷ് എന്ന ലോക്കൽ ഗുണ്ടയെ കൊട്ടേഷൻ ഏൽപ്പിച്ചു. വെറും 1500 രൂപയും ഒരു മൊബൈൽ ഫോണുമായിരുന്നു വെങ്കടേഷിന് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത്. രാത്രികാലങ്ങളിൽ ആളൊഴിഞ്ഞ അനുയോജ്യമായ സ്ഥലവും അവർ കണ്ടെത്തി. ഗിരീഷിനെ രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ക്ഷണിക്കുക എന്നതായിരുന്നു ശുഭയുടെ ചുമതല. 2003 ഡിസംബർ 3 ബുധനാഴ്ച രാത്രി 8 മണി ശുഭ ഗിരീഷിനെ നിർബന്ധിച്ച് കാൾട്ടൺ ടവേഴ്സിലെ ഹോട്ടലിലേക്ക് അത്താഴത്തിന് കൊണ്ടുപോയി. ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവിടെ നിന്നിറങ്ങുമ്പോഴും ശുഭ തന്റെ മൊബൈൽ ഫോണിലൂടെ SMS വഴിയും കോളുകൾ വഴിയും അരുൺ വർമ്മയ്ക്ക് തങ്ങളുടെ കൃത്യമായ ലൊക്കേഷൻ കൈമാറിക്കൊണ്ടിരുന്നു. സമയം രാത്രി 9:30. രാത്രി ഏകദേശം 9:30 മടങ്ങുന്ന വഴിയിൽ വിമാനങ്ങൾ ഇറങ്ങുന്നത് കാണാനെന്ന വ്യാജേന ശുഭ ഗിരീഷിനെ കൊണ്ട് ഇന്നർ റിംഗ് റോഡിൽ സ്കൂട്ടർ നിർത്തിച്ചു. ഗിരീഷ് സ്കൂട്ടർ നിർത്തി വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് തിരിഞ്ഞു നിന്ന ആ തൊട്ടടുത്ത നിമിഷം അവിടെ കാത്തുനിന്ന വെങ്കടേഷ് ആക്രമണം നടത്തി. ഇരുമ്പ് വടികൊണ്ട് വെങ്കടേഷ് ഗിരീഷിന്റെ തലയ്ക്കു പിന്നിൽ അതിശക്തമായി അടിച്ചു വീഴ്ത്തി. ഗിരീഷ് രക്തം വാർന്ന ബോധരഹിതനായി വീണ ഉടൻ അരുൺ വർമ്മ ബൈക്കുമായി അവിടേക്കെത്തി. വെങ്കടേഷിനെ ബൈക്കിൽ കയറ്റി സ്ഥലം വിട്ടു. ഗിരീഷിനെ ആക്രമിക്കുന്ന സമയമത്രയും ശുഭ അതെല്ലാം ഒരു ചെറുചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു. അരുണും വെങ്കടേഷും ദൂരേക്ക് പോയെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ശുഭ വഴിപോക്കരുടെ സഹായത്തിനായി ഉറക്കെ നിലവിളിച്ച് കരഞ്ഞത്. അറസ്റ്റിലായ 4 പ്രതികളെയും ബംഗളൂരുവിലെ മേയോ ഹാൾ കോടതിയിൽ ഹാജരാക്കി. കോടതി പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കേസിന്റെ പ്രാധാന്യം പരിഗണിച്ച് പിന്നീട് ഈ കേസ് ബംഗളൂരു 17ാം ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റി. 2010 ജൂലൈ ശുഭ ശങ്കരനാരായണൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 2010 നവംബർ 4 വിചാരണ കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് പ്രതികൾ നൽകിയ അപ്പീൽ കർണാടക ഹൈക്കോടതി തള്ളി. പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ശരിവെച്ചുകൊണ്ട് അന്തിമ ഉത്തരവിറക്കുകയും ചെയ്തു. 2014 ഓഗസ്റ്റ് 11 സുപ്രീം കോടതി പ്രതിയായ ശുഭ ശങ്കരനാരായണന് താൽക്കാലിക ജാമ്യം അനുവദിച്ചു. വിചാരണ കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് ശുഭ ഏകദേശം 4.5 വർഷത്തോളം പരപ്പന അഗ്രഹാര ജയിലിൽ കഴിഞ്ഞു. പ്രതി നൽകിയ അപ്പീൽ ഹർജിയിൽ അന്തിമവാദം കേൾക്കാൻ സുപ്രീം കോടതിയിൽ ഇനിയും കൂടുതൽ സമയമെടുക്കുമെന്ന് വ്യക്തമായതിനാലാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ശുഭയ്ക്ക് ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കേസിലെ മറ്റു സഹപ്രതികൾക്കും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 2025 ജൂലൈ 14 വർഷങ്ങൾ നീണ്ട അപ്പീൽ നടപടികൾക്കൊടുവിൽ സുപ്രീം കോടതി പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷ അന്തിമമായി ശരിവച്ചു. പക്ഷെ കോടതി മാനുഷിക പരിഗണനയിൽ ചില ഇളവുകൾ നൽകി. വീട്ടുകാരുടെ നിർബന്ധപൂർവമായ തീരുമാനമാണ് ശുഭയുടെ മനസ്സിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയതെന്നും പ്രായക്കുറവ് കാരണം സംഭവിച്ച തെറ്റാണെന്നും കോടതി വിലയിരുത്തി. കർണാടക ഗവർണർക്ക് ശിക്ഷാ ഇളവിനായി ദയാഹർജി നൽകാൻ പ്രതികൾക്ക് 8 ആഴ്ചത്തെ സമയം അനുവദിച്ചു. അതുവരെ പ്രതികളുടെ അറസ്റ്റ് കോടതി തടയുകയും ചെയ്തു. പ്രതികൾ ശിക്ഷാ ഇളവ് തേടി കർണാടക ഗവർണർക്ക് ദയാഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ദയാഹർജിയിൽ കർണാടക ഗവർണർ കൈക്കൊള്ളുന്ന തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ശുഭയുടെയും മറ്റു പ്രതികളുടെയും ഭാവി നിശ്ചയിക്കപ്പെടുക. ക്രിമിനോളജിയിലെ ലൂസിഫർ എഫക്റ്റ്.
സാഹചര്യങ്ങൾ സാധാരണ മനുഷ്യരെ എങ്ങനെ കുറ്റവാളികളാക്കുന്നു എന്ന ലൂസിഫർ ഇഫക്ട് സിദ്ധാന്തം ഇവിടെ അന്വർത്ഥമാകുന്നു. വെള്ളിത്തിരയിലെ തിരക്കഥയെ പോലും തോൽപ്പിക്കുന്ന നാടകീയത. സ്നേഹവും വിശ്വാസവും എങ്ങനെ ഏറ്റവും മാരകമായ ആയുധങ്ങളായി മാറുന്നു എന്നതിന്റെ തത്വചിന്താപരമായ അപഗ്രഥനം. യാചിച്ചാൽ കിട്ടുന്ന ദയേക്കാൾ മഹത്തരമാണ് ചെയ്ത തെറ്റുകൾ തിരുത്താൻ ശേഷിയുള്ള ശിക്ഷ. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.